പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തെരച്ചിലിന്റെ വിശദാംശങ്ങളിലേക്ക് എത്തിയാൽ മോശം കാലാവസ്ഥ കാരണം സൺറൈസ് വാലിയിൽ എത്തിച്ച ദൗത്യസംഘത്തെ എയർലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നൊരു വാർത്ത കൂടിയുണ്ട്. ദൗത്യസംഘവും 2 കടാവർ നായ്ക്കളും ഒരു മൃതശരീരഭാഗവുമായി നടന്നാണ് വയനാട് മേഖലയിലേക്ക് ഇപ്പോൾ വരുന്നത്. തുടർച്ചയായ 3-ാം ദിവസമാണ് സൺറൈസ് വാലിയിൽ കമാൻഡോ സംഘത്തിൻ്റെ സാഹസിക തിരച്ചിൽ നടന്നത്. പരപ്പൻപാറ മേഖലയിലായിരുന്നു തിരച്ചിൽ. മൃതദേഹത്തിൻ്റെ ഒരു കാലിൻ്റെ ഭാഗം ഇവിടെ നിന്ന് കണ്ടെടുത്തു. കാലാവസ്ഥ പ്രതികൂലമായതോടെ ഏറെ വൈകിയാണ് ഇന്ന് കമാൻഡോ സംഘം തിരച്ചിലിന് പോയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 12 അംഗ സംഘമാണ് ഓപ്പറേഷൻ സൺറൈസ് വാലിയുടെ ഭാഗമായതെങ്കിൽ ഇന്ന് 24 പേർ പങ്കെടുത്തു. ഇന്നലെ 3 ഇടങ്ങളിൽ നിന്നായി ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സൺറൈസ് വാലിയിൽ കൂടുതൽ കമാൻഡോ സംഘത്തെ തിരച്ചിലിന് വിന്യസിച്ചത്. ആർമി, പോലീസിൻ്റെ SOG കമാൻഡോ, വനപാലകർ എന്നിവരടങ്ങുന്നതാണ് ദൗത്യസംഘം. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിലാണ് കമാൻഡോ സംഘത്തെ സൺറൈസ് വാലിയിൽ എയർ ഡ്രോപ്പ് ചെയ്തത്. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, വയനാട്. നമുക്കൊപ്പം അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, സൺറൈസ് വാലിയിൽ ഒഴികെ ബാക്കി തെരച്ചിൽ കാര്യമായി നടക്കുന്നുണ്ടോ? ഇപ്പോൾ നാളെ ജനകീയ തെരച്ചിലാണ് നടക്കുക. 10 ദിവസമായി തെരച്ചിലിന് പരിമിതിയുണ്ടെന്നറിയാം. എങ്ങനെയാണ് തെരച്ചിൽ ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ പുരോഗമിക്കുന്നത്? അരുൺ, പേരിന് വേണ്ടിയുള്ള തിരച്ചിൽ എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ല. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. സൈന്യവും ഇന്ന് ആ അർത്ഥത്തിലാണ് പിൻവാങ്ങിയത്. ഇന്നും പരിശോധന കേന്ദ്രീകരിച്ചത് സൺറൈസ് വാലി കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു. അവിടെ സൈന്യം ഇറങ്ങി പരിശോധന നടത്തി. ഒരു കാലിന്റെ ഭാഗം, പുരുഷ ശരീരത്തിന്റെ കാലിന്റെ ഭാഗം അവിടെ ലഭിക്കുകയും ചെയ്തു. 24 അംഗ സംഘമാണ് ഇന്ന് അവിടെ പരിശോധന നടത്തിയത്. മറ്റിടങ്ങളിലെല്ലാം, ചൂരൽമലയിലായിക്കോട്ടെ, മുണ്ടക്കയിലായിക്കോട്ടെ, പുഞ്ചിരവട്ടത്തായിക്കോട്ടെ, സമീപ പ്രദേശങ്ങളിലായിക്കോട്ടെ, വെള്ളാർമല സ്കൂളിന്റെ പിൻഭാഗത്തായിക്കോട്ടെ, അവിടെയൊക്കെയും പരിശോധനയുണ്ടായിരുന്നു. JCB-കൾ ഇറക്കി NDRF-ന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും പരിശോധന ഉണ്ടായിരുന്നു. ഫലമൊന്നും സൺറൈസ് വാലിയിൽ ഒഴികെ കാര്യമായിട്ട് ഇപ്പോൾ നടക്കുന്നില്ല. കാരണം അതിന്റെ പരിമിതികളുണ്ടെന്നും പ്രേക്ഷകർക്കറിയാം. നാളെ ജനകീയ തെരച്ചിലാണ്.